ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. വീട്ടിൽ ചെറിയ പരിപാടി ഉണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ കോഴിവെട്ടാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ പരിക്കാവും പരിസരമൊക്കെ എല്ലാവരും നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇവിടെ എല്ലാവരും നന്നാക്കുന്നുണ്ട്. ടാട്ടച്ചന് രാജീവപ്പാപ്പനുണ്ട്. ഗുളികൻ കൊടുക്കുകയാണെന്ന് ഉത്സവത്തിനോട് മുന്നോടിയായിട്ട് ഇവിടെ നന്നാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നന്നാക്കി വെച്ച് അതിനൊക്കെ അതാ കളിക്കുന്നു. വീട്ടില് അച്ഛനെ കാണില്ല. അച്ഛനുണ്ട് ഇവിടെ, മേമ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇരിക്കുന്നുണ്ട്. മേമ ഇവിടെ ചിക്കൻ നന്നാക്കുന്നുണ്ട്. മേമൻ്റെ കൂടെ മേമൻ്റെ പൂച്ചകളും ഉണ്ട്. എന്താട്ടോ ഈ ചിക്കനാണ് നമ്മളെ പരിപാടിക്കുള്ള ചിക്കന്. അമ്മ അരി എടുക്കുന്നുണ്ട്. കണ്ടോ, മേമൻ്റെ കൂടെ കരിയൻ കിടുവിൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഉണ്ട്. മേമ ചിക്കൻ മുറിക്കുമ്പോൾ എക്സ്പീരിയൻസ് എന്താ? മേമക്ക് ചിക്കനിൽ ഏറ്റവും ഇഷ്ടം തീട്ടപ്പെട്ടിയാണ്. പക്ഷേ കോഴിപ്പാടസിൽ നന്നാക്കാനാണ് ഇഷ്ടം. എനിക്കും അതന്നെ ഇഷ്ടം. തീട്ടപ്പെട്ടി നന്നാക്കുമ്പോൾ എന്താ അറിയില്ല, ഒരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീട്ടപ്പെട്ടി നന്നാക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളെ അരി അമ്മ കഴുകി നന്നാക്കുന്നുണ്ട്. ചോറിന് വെള്ളം വെച്ചതാണ്. ഈ ചെമ്പിലാണ് ചോറ് വെക്കണത്. അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛനാണ് ഇന്നത്തെ ചോറ് വെപ്പുകാരൻ. കണ്ടില്ലേ കരയിന്. ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പോയി മേല് കേകി ബാക്കി വരെ സഹായിക്കട്ടെ ഗൈസ്. കണ്ടോ, ടാട്ടച്ചനോടുണ്ട്. രാജീവപ്പാപ്പനാണ് ഇന്നത്തെ മെയിൻ അട്രാക്ഷനാണ്. എന്താണ് നമ്മളിവിടെ പൂ നന്നാക്കി വെച്ചിട്ടുണ്ട്. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരു അരിപ്പൊടി അതും ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഗായ്സ്. മഞ്ജുമേമ്മയും ആദ്യം വരുന്നുണ്ട്. ഞാനിതാ എണ്ണയും വെളിച്ചെണ്ണയും വാങ്ങാൻ വേണ്ടി വന്നതാണ്. കാവിൽ വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട്. മേമ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോകും. ആദ്യം ഒരായെടുത്താ ആയി. അങ്ങനെ കാവിൽ വിളക്കെത്തിങ്ങനായിട്ട് മുന്നേ പോയി മേലൊക്കെ കഴുകി ഫുൾ സെറ്റാക്കണം. പിന്നെന്താ പറയാനുള്ളത്, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നോൽമ്പാവും. 14 ദിവസത്തെ നോൽമ്പുണ്ട്. പിന്നെ ഇനി എത്ര 14 ദിവസമേ ഉള്ളൂ ഇനി ഉത്സവത്തിന്. മാർച്ച് 16 നമ്മളെ കാവത്തെ ഉത്സവമാണ്. അപ്പോൾ എല്ലാവരും വരണം. ഇപ്പം നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങും കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ചിങ്കിടാട്ടം ചേച്ചി അപ്പില്ല, എല്ലാവരും തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മളെ നാട്ടിൽ കുറച്ച് ആൾക്കാരും പിന്നെ ഗുളികൻ കൊടുക്കുന്ന രാജീവപ്പാപ്പനാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ, ചെറിയൊരു പരിപാടിയാണ്. അങ്ങനെ ബാക്കി പരിപാടി വരാം. അപ്പോൾ നമ്മുടെ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗുളികൻ കൊടുക്കാനുള്ള കള എഴുതണൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി പരിപാടി ഒക്കെ വരും ഓൺ ദ വേ. അങ്ങനെ ഇവിടെ പ്രസാദം അരഞ്ഞുണ്ടാക്കുകയാണ്. കണ്ടോ, എല്ലാ പ്രസാദം അല്ല കേട്ടോ ഗായ്സ്, മാറിപ്പോയി. കോഴിക്കറിക്കുള്ള ഉള്ളി ഉരുളക്കിഴങ്ങാണെങ്കിൽ മാറിപ്പോയി. നിങ്ങളൊന്നും തോന്നരുത്. കണ്ടില്ല, അല്ലേ അവിടെ കളിക്കിന്. അല്ലേൻ്റെ പള്ളൊക്കെ ഉണ്ടില്ലേ, പള്ളൊക്കെ കൂടിന്ന്. ടാട്ടമ്മൊക്കെ സുന്ദരിയായി വന്നിട്ടുണ്ട്. വാ ലുക്കത്തി ചോറുമായി തിളയ്ക്കുന്നുണ്ട്. അച്ചച്ച ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഓരോ പരിപാടിയിലാണ്. ഇന്നത്തെ പുള്ളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട്. അനിയുടെ ചോറ് കൂട്ടാനാണ്. ഇവര് ഞാൻ പ്രസാദം കൊയ്ക്കുന്നുണ്ട്. കരിയോ? എന്റെ മുഖത്ത് കരിയുണ്ട്. അതൊക്കെ ശരി. കഷ്ടകാലത്തിന് പോലീസ് പിടിച്ച് ലൈസൻസ് ചോദിച്ചു. ഏറ്റിട്ടൂടെ എന്തിനീ ഇളക്ക് നാളെ എടുക്കട്ടോ. ആകരുത് നാളെ എടുക്കണേ. ആക്കരുത്.
ഞങ്ങളെവിടെ കുട്ടികളെവിടെ അന്തേ ഇങ്ങോട്ടൊക്കെയാ ചിച്ചണി അമ്മയുടെ കുട്ടിയുടെ എന്തടാ എന്തടാ വെയ്യാഞ്ഞിട്ടടി വെയ്യാഞ്ഞിട്ടാണ് കുട്ടിക്ക് വെയ്യ ഈ കാണുന്നത് നമ്മൾ ഉച്ചത്തെ കളി ഞങ്ങൾ ബാക്കി എല്ലാവരും കുറച്ച് കുടിക്കുന്നതാണ് ഞാൻ കുടിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ കുടിക്കുന്നത് എടുക്കാൻ പറഞ്ഞിട്ട് ടാട്ടമ്മ എടുത്തിട്ടില്ല ടാട്ടമ്മക്ക് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് എല്ലാവരും കുടിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ മിന്നും ടാട്ടമ്മയും കുടിക്കുന്നതാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ എല്ലാവരും ഒരുവിധം കുടിച്ച് തീർന്നിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ടാട്ടനെ പറ്റിക്കുകയാണ് റിയാക്റ്റഡ് ചിക്കു അതിന് പുതിക്ക് എന്തി പുതിക്ക് വായാലും കൈയിടണം